ബിരിയാണിയുടെ മറവിൽ 70,000 കോടി രൂപ കൊള്ളയടിച്ചു എന്ന് പറയുന്നത് സത്യമാണോ? വിശ്വസനീയമായിട്ട് തോന്നുന്നു അല്ലേ? കാരണം ഫിഗർ വലുതാണ്. 70,000 കോടി രൂപ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് കിട്ടേണ്ട തുക ഉം. എന്താണ്? നികുതി വെട്ടിപ്പ് നടത്തി, അല്ലെങ്കിൽ നികുതി കൊടുക്കാതെ വെട്ടിച്ചു. ഈ പണം എങ്ങോട്ട് പോയി? ഈ പണം ഇങ്ങനെ പലതരത്തിലുള്ള ബ്ലാക്ക് ചാനലിലൂടെ പോകുന്ന പണമെല്ലാം ചെന്ന് പറ്റുന്നത് മയക്കുമരുന്ന് മാഫിയ, രാജ്യവിരുദ്ധ തീവ്രവാദ സംഘടനകളുടെ കയ്യിലാണ്. അപ്പോൾ 70,000 കോടി എന്നൊക്കെ പറയുമ്പോൾ അവിശ്വസനീയമായിട്ട് തോന്നും പ്രേക്ഷകരെ. പക്ഷേ അത് സത്യമാണ്. അത് ഞാൻ തുടക്കത്തിൽ പറയാം. ഒരു 3 ബിരിയാണി കടകൾ. ഉം. ഒന്ന് പിസ്ത ഹൗസ്, 2 ഷാഖൌട്ട്, മെഹ്ഫിൽ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വളരെ വ്യാപകമായ ശൃംഖലകളുള്ള 3 ബിരിയാണി ഷോപ്പുകളാണ്, റെസ്റ്റോറൻറ്റുകളാണ്. അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. അവിടെ പരിശോധന നടത്തി ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയപ്പോഴത്തേക്ക് അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, ബില്ലിംഗ് സോഫ്റ്റ്വെയർ, ബില്ല് അടിക്കുന്ന സോഫ്റ്റ്വെയർ അഹമ്മദാബാദിലെ പ്രമുഖ ഒരു ക്ലൗഡ് ബേസ്ഡ് ബില്ലിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ബില്ലാണ്. അത് ഇന്ത്യയിൽ വ്യാപകമായി അവരുടെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്, ഇവരുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഒരു പ്രത്യേക ബട്ടണുണ്ട്. എന്നറിയോ? പോസ്റ്റ് ബില്ലിംഗ് ഡിലീഷൻ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബില്ല് ചെയ്തതിന് ശേഷം ഉള്ള ഡിലീഷൻ. പ്രജിത പോയിട്ട് അവിടെ 250 രൂപയുടെ ബിരിയാണി കഴിക്കുന്നു, ബില്ലടയ്ക്കുന്നു, ബില്ല് കൈ കിട്ടുന്നു. ഈ പോസ്റ്റ് ഡിലീഷൻ ബട്ടൺ അമർത്തിയാൽ ആ ബില്ല് കാണത്തില്ല. അങ്ങനെ കണ്ടുപിടിച്ചു. വ്യാപകമായി പരിശോധന നടത്തി. ബിരിയാണി ഷോപ്പുകൾ, ബിരിയാണി ഇപ്പോൾ ഒരു വലിയൊരു തരംഗമാണ് രാജ്യം മുഴുവൻ. കൊള്ളാവുന്ന ഭക്ഷണമാണ്. ബിരിയാണി ഷോപ്പുകൾ നടത്തുന്ന ആരാണെന്നറിയാം. അത് നടത്തുന്ന ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഈ ഷോപ്പുകളുമൊക്കെ ഇപ്പോൾ ഈ പിസ്ത ഹൗസിൻ്റെ ഹലീം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. US വരെ അവർക്ക് എന്തുണ്ട്, ബ്രാഞ്ചുണ്ട്. വലിയ നെറ്റ്വർക്കാണ്. അപ്പോൾ കർണാടകയിലും ഉൾപ്പെടെ കർണാടക, തെലങ്കാന, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാം ഈ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളിൽ, റെസ്റ്റോറൻറ്റ് ശൃംഖലകളിൽ ഇൻകം ടാക്സ് പരിശോധന നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരമാണ്. കാരണം ഇതെല്ലാം സെൻട്രലൈസ്ഡാണ്. ഈ ബില്ലിൻ്റെ ഡാറ്റയൊക്കെ ഈ അഹമ്മദാബാദിലുള്ള പ്രമുഖ, അതിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അവർ പേര് വരും ദിവസങ്ങളിൽ വരുമായിരിക്കും, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ക്ലൗഡ് ബേസ്ഡ് ബില്ലിംഗ് പ്ലാറ്റ്ഫോമാണെന്ന് പറഞ്ഞു. ആ സ്ഥാപനത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ നികുതി വകുപ്പ് പരിശോധന നടത്തി എന്ന് പറഞ്ഞാൽ 60 ടെറാബൈറ്റ് ഡാറ്റ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്തു? ടാക്സ് വകുപ്പ്, നികുതി വകുപ്പ് അവരുടെ ഫോറൻസിക് ലാബിൽ പരിശോധന നടത്തിയപ്പോഴത്തേക്ക് 2.43 ലക്ഷം കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട്. ചെറിയ തുകയില്ല, 2.43 ലക്ഷം കോടി രൂപയുടെ ഹ്യൂജ് തുകയാണ് ഇവിടെ ട്രാൻസാക്ഷൻ ആകെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് 13,317 കോടി രൂപയുടെ ഇടപാടുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടെത്തി. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോഴാണ് ടോട്ടൽ 70,000 കോടി രൂപ സർക്കാരിന് നികുതിയായി പോകേണ്ടത് ബില്ലുകൾ ഡിലീറ്റ് ചെയ്തതിലൂടെ രാജ്യത്തെ ഏറ്റവും കൂടുതലുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ്വെയറിലൂടെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇത് പ്രധാനമായും ഒരു ബിരിയാണി നെറ്റ്വർക്ക് വഴിയാണ്. ബിരിയാണി നെറ്റ്വർക്കുകളിലാണ് ഈ സോഫ്റ്റ്വെയർ കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, അതായത് നികുതി വകുപ്പ് പറയണം. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് പലതരത്തിലുള്ള സാധനങ്ങൾ, ഈ അനധികൃതമായ ഫണ്ട് തിരിമറി നടത്തുന്ന സ്ഥാപനങ്ങൾ. ഇപ്പം ഞാനൊരു അനുഭവം പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ പ്രശസ്തമായ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ശൃംഖല എറണാകുളത്തുള്ള, ഞാൻ സ്ഥിരം ഭക്ഷണം കഴിക്കുന്ന വെജിറ്റേറിയൻ, അത് വളരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഗണപതിയുടെ പടമുണ്ട്, നമ്മുടെ ചില ആചാര്യസ്ഥാനത്തിരിക്കുന്ന, തുറന്നു പറയാം, മാതാ അമൃതാനന്ദമയി ദേവിയുടെ ചിത്രമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനത്തിൽ ചെന്നിട്ട് ഞാൻ GPay പണം കൊടുത്തു. നേരത്തെ വരെ അവരുടെ റെസ്റ്റോറൻറ്റ് ചെയിനിൻ്റെ പേരാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയത് ഒരു മുസ്ലിമിൻ്റെ പേരാണ്. അപ്പം ഞാൻ മാനേജരോട് ഇതെന്ത്, സാധാരണ വരുമ്പോൾ നിങ്ങളുടെ ഇന്ന ഹോട്ടൽസ് എന്ന് പറഞ്ഞാണല്ലോ വരുന്നത്, ഇപ്പോൾ ഇതല്ലല്ലോ, അതെന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൗണ്ടറിൽ ഇരുന്ന് അത് ഉരുണ്ട് കളിച്ചു. സംഗതി എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ നിർത്തി. കാരണം ആ സ്ഥാപനത്തെ ഇവരെടുത്തിട്ട് വീണ്ടും പഴയ അമൃതാനന്ദമയി ദേവിയും ഷിർക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഷിർക്കാണല്ലോ നമ്മുടെ ആരാധനാമൂർത്തികളിലേക്ക് വെക്കുന്നത്. അവർ പക്ഷേ കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ചിലരൊക്കെ പറയും കേരളത്തിൽ വഴിയോരങ്ങളിൽ മുഴുവൻ പെർഫ്യൂം കച്ചവടക്കാരിരിക്കുന്നു.
ഞാൻ അവിടെയൊക്കെ വയറ്റത്തടിക്കാൻ പറയില്ല കേട്ടോ. പക്ഷേ അവിടെയെങ്കിലും നോക്കിയാൽ പകൽ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യമായ കച്ചവടം നടക്കുന്നില്ല. ഇഷ്ടം പോലെയുണ്ട്. കേരളത്തിൽ എവിടെ നോക്കിയാലും അറിയാം. അതുപോലെ ഇറാനിയൻ ചായ എന്ന് പറഞ്ഞ് ഇരിക്കുന്നു. അപ്പോൾ ഒരാൾ സോഷ്യൽ മീഡിയ ഒരു കണക്ക് എഴുതി, അത് ഇറാനിയൻ ചായ മേടിക്കാൻ 3 താത്തമാരിരിക്കുകയാണ്. ഒരു ചായക്ക് എത്ര രൂപ ചിലവ്? ഇത്ര രൂപ. എത്ര ചായ വിൽക്കും? ഞങ്ങളൊരു കെറ്റിൽ കൊണ്ടുവരും, അത് തീരുന്നത് വരെ. ഞാൻ വീഡിയോ കണ്ടാണ്. കെറ്റിൽ കൊണ്ടുവരും. അപ്പോൾ കെറ്റിൽ എത്ര ചായ ഉണ്ടോ? ഒരു 50 ചായ ഉണ്ടാവും. 50 ചായ വയ്ക്കാനായിട്ട് ഇവർ 3 പേര് ഒരു ദിവസം മുഴുവൻ കാത്തു നിൽക്കുകയാണ്. 50 ഒരു ചായക്ക് 20 രൂപ വെച്ച് കൂട്ടിക്കോ, എത്ര രൂപ കിട്ടും? 50 ചായക്ക് 1000 രൂപ അല്ലേ? ഈ 3 പേർക്ക് വൈകുന്നേരം വരെ നിന്നാൽ എത്ര പൈസ കിട്ടും? അപ്പോൾ ഈ ആൾ ചോദിക്കുന്നു, അല്ല അത് നിങ്ങൾക്ക് എന്ത് കിട്ടും? അത് ഞങ്ങളുടെ സംഘടന പറഞ്ഞിട്ടുണ്ട് വിൽക്കാണ്ടിരിക്കാൻ. അതായത് ലാഭം ഉണ്ടാവത്തില്ല. ഒരു ദിവസം 3 പേര് വിൽക്കാൻ വേണ്ടി ഇരിക്കുന്നു. എന്ത് വിൽക്കാനാണ്? ആശയം വിൽക്കാനാണോ? അതോ വേറെ എന്തെങ്കിലും ലക്ഷ്യമാണ്? ഇതൊക്കെ വളരെ സംശയാസ്പദമായ കാര്യമാണ്. നല്ല രീതിയിൽ കച്ചവടം നടത്തുന്ന എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷേ ഇതൊക്കെ സസ്പീഷ്യസ് ആണ്. കേരളത്തിൽ വളരെ പെട്ടെന്ന് എന്താണ് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകളുടെ വലിയ ശൃംഖല ഉണ്ടാകും. ഇത്രമാത്രം കശുവണ്ടിയും ഈന്തപ്പഴവും ബദാമും ഒക്കെ മലയാളി കഴിക്കുന്നുണ്ടോ? ഈ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ഹിന്ദി സിനിമ. രസകരമായ, നമുക്ക് ആവേശം ഉണ്ടാകുന്ന സിനിമയാണ്. അതിനകത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ പഴയ പോലെ ഹവാല പണമൊന്നും വരാത്തത് കൊണ്ട് ഗുഡ്സ് വരുന്നുണ്ട്. പഴങ്ങൾ, പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടെയ്നറിൽ വരും. അതിനൊന്നും കാശ് കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ഇത് വിറ്റിട്ട് കിട്ടുന്ന പൈസ എടുക്കാം. അപ്പോൾ ഈന്തപ്പഴം നോമ്പ് കാലത്ത് കണ്ടെയ്നർ കണക്കിന് ഈന്തപ്പഴം വരുന്നു, ഫ്രീ ആണ്. അത് കടകളിലൂടെ വിൽക്കുന്നു. വിൽക്കുന്ന കാശ് പണമാണ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ആധികാരികമാണോ എന്ന് ചോദിച്ചാലല്ല. നിങ്ങൾ ആ ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ സിനിമ കാണാത്ത പ്രേക്ഷകരൊന്ന് കാണണം. മറ്റേ സീലോ മറ്റോ ഉണ്ട്, സബ്ജക്റ്റ് ടു കറക്ഷൻ, ഏത് പ്ലാറ്റ്ഫോമാണെന്ന് ഞാൻ മറന്നുപോയി. അതിനകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പണം വരാനുള്ള ബദൽ മാർഗ്ഗങ്ങൾ, പണ്ടത്തെ പോലെ നോട്ട് നിരോധനത്തിന് ശേഷം ഇവിടെ പഴയ പോലെ വിദേശ പണം ഇങ്ങോട്ട് ഒഴുകുന്നില്ല. അപ്പോൾ അതിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഹോട്ടൽ ശൃംഖലകളിൽ വലിയ തോതിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എന്താണ് ഇത് ഡിലീറ്റ് ചെയ്യുന്നു, ബില്ലുകൾ ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ജിപേ എടുക്കാത്ത കടകൾ. ജിപേ പറ്റത്തില്ല. മീൻ കച്ചവടക്കാർ മുതൽ പലരുണ്ട് ഗൂഗിൾ പേയിൽ പൈസ സ്വീകരിക്കുന്നത്, കാശ് തന്നെ വേണം എന്ന് പറയുന്നവരുണ്ട്. കാരണം എന്താണ്? ജിപേ വഴി അല്ലെങ്കിൽ ഭീം വഴി, അതോ അല്ലെങ്കിൽ ഫോൺ പേ വഴി അല്ലെങ്കിൽ ആമസോൺ പേ വഴി ഒക്കെ ചെയ്യുന്ന പൈസ കൃത്യമായ അക്കൗണ്ടിൽ വരാൻ പാടില്ല. ഇതും അതുതന്നെയാണ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ബില്ല് കൊടുക്കുക. കാരണം ഇപ്പോൾ കസ്റ്റമർ ബില്ലില്ലാതെ സമ്മതിക്കത്തില്ല. അപ്പോൾ GST ഉൾപ്പെടെ കാണിച്ച ബില്ല് അടിച്ചു കൊടുക്കും. GST പൈസ സർക്കാരിനുണ്ടെന്നാണ് നമ്മൾ മേടിച്ച് നോക്കിയിട്ട് പോരും. CGSTയും SGST രണ്ടും ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബില്ല് ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കി പോസ്റ്റ് ഡിലീഷനാണ്. ബില്ല് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് സാധനം പോയി. ഈ GST പൈസ അങ്ങോട്ട് പോയി. നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു നല്ലൊരു തുക GST ആയിട്ട് ഓരോരുത്തരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പണം അത്രയും എങ്ങോട്ടാണ് പോകുന്നത്? ഇപ്പോൾ സ്വർണ്ണക്കടയിൽ ചെന്നാലും ബില്ല് നിർബന്ധമാണല്ലോ. ഇത്ര രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ നടത്താൻ നമ്മൾ ആധാർ കാർഡ് ഉൾപ്പെടെ കൊടുക്കണം. പക്ഷേ ഈ ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്ന ഹോട്ടലുകൾ, നമ്മുടെ നാട്ടിലെല്ലാം ബിരിയാണി കടകളും കുഴിമന്തി കടകളുമുണ്ട്. ഒരു ദിവസം എത്ര ലക്ഷം രൂപയുടെ, എത്ര കോടി രൂപയുടെ കച്ചവടമാണ് നടക്കുന്ന ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അവിടെയൊക്കെ ബില്ല് ഒഴിവാക്കിയപ്പെട്ടാൽ എന്തായിരിക്കും? ബില്ല് ഒഴിവാക്കുകയും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് വലിയ തോതിൽ കള്ളപ്പണം വീണ്ടും അവരുടെ പക്കലെത്തുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തു പറഞ്ഞാലും ഒരു സമുദായത്തിനെതിരെ പറയുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 3 ഹോട്ടൽ ശൃംഖലകളെയാണ് ആദ്യം പിടിച്ചത്. പിസ്ത ഹൗസ്, ഷാഗ് ഹൗസ്, മഹ്ഫിൽ. ഇതിൻ്റെ 3ൻ്റെ പേര് കേട്ടാൽ ആരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമാണ്. അതിനുശേഷം ഇൻകം ടാക്സ് ഇത് വലിയ തോതിൽ GST വകുപ്പൊക്കെ വലിയ തോതിൽ റെയ്ഡുകൾ നടത്തി. നേരത്തെ 60 ടെറാബൈറ്റ് ഡാറ്റ ഈ സ്ഥാപനത്തിൻ്റെ അഹമ്മദാബാദ് സ്ഥാപനത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത്ര ഭീമമായ തുക 70,000 കോടി രൂപയുടെ തിരിമറി നടന്നത്. ഈ പണം എങ്ങോട്ട് പോയി? 70,000 കോടി രൂപ. ഇതിപ്പോൾ അത് ഇൻകം ടാക്സിന് അന്വേഷിക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും തീവ്രവാദ പ്രവർത്തനം അന്വേഷിക്കുന്ന NIA ഈ കേസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് 2 ദിവസമായി ദേശീയ മാധ്യമങ്ങളിൽ ഈ വാർത്തയുണ്ട്. പക്ഷേ ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിൻ്റെ നികുതി വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ NIA ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ നോക്കൂ, ഭക്ഷണം കഴിക്കും, ഒരു ബിരിയാണി കഴിക്കുന്നു, ഒരു കുഴിമന്തി കഴിക്കുന്നു. പണ്ട് ഈ മറ്റേ മുട്ടത്തലേനുണ്ടല്ലോ, പേരെന്താ, കഷണ്ടി,
വട്ടത്തല എന്ന് പറയാൻ പാടില്ല, കഷണ്ടിയുള്ള മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ പറഞ്ഞു, നിങ്ങളൊരു മസാല ദോശ കഴിക്കുമ്പോൾ നിങ്ങൾ ഭരണഘടനയെ പരാജയപ്പെടുത്തുകയാണ്. മസാല ദോശ കഴിക്കുമ്പോഴേ ഭരണഘടന പരാജയപ്പെടുന്നത്. കാരണം മസാല ദോശ ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ്. അയാൾ പറഞ്ഞതാണ്, നിങ്ങൾ ഓരോ മസാല ദോശ കഴിക്കുമ്പോഴും നിങ്ങൾ ഭരണഘടനയെ പരാജയപ്പെടും, ബ്രാഹ്മണിക്കൽ ഹെജിമണിക്ക് നിങ്ങൾ വെള്ളവും വളവും കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ചുമ്മാ ഇത് ബുദ്ധി, ഇത്രയും വലിയ ബുദ്ധി ഉള്ളതുകൊണ്ട് സകല രോമവും തലേന്ന് പോയത്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇത് ബിരിയാണി കഴിക്കുമ്പോൾ, ഓരോ ബിരിയാണി കഴിക്കുമ്പോഴും നിങ്ങൾ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഒരു തുക കൊടുക്കുകയാണ് എന്ന് പറയുമോ? ഇപ്പം ഞാൻ എല്ലാ ബിരിയാണി കടകളെയും എല്ലാ റെസ്റ്റോറൻറ്റുകളെയും ആക്ഷേപിക്കാനല്ല, ഇതൊരു കേസാണ്. വളരെ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമം ചെറിയ തുകയല്ലേ, 70,000 കോടി രൂപയാണ് ഇങ്ങനെ കാണാതെ പോയത്. സർക്കാരിലേക്ക് ചെല്ലേണ്ട 70,000 കോടി പോയില്ല, പിന്നെ എങ്ങോട്ട് പോയത്? സർക്കാരിന് കിട്ടണം. നികുതിപ്പണം കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ അതവർക്ക് പുറത്ത് കാണിച്ച് ലീഗലായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇല്ലീഗലായുള്ള ഇടപാടുകൾക്ക് വേണ്ടി 70,000 കോടി രൂപ ഉപയോഗിക്കും. അത് രാജ്യവിരുദ്ധ ശക്തികൾക്ക്, തീവ്രവാദികൾക്കൊക്കെ എത്തും, ഒരു സംശയവുമില്ല. അപ്പോൾ അത്രയും വലിയ ഭീമം 70,000 കോടി രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു ചെറിയ സംസ്ഥാനങ്ങളുടെ ബജറ്റിന് തുല്യമായ തുകയാണ്. വലിയ ആശങ്കാജനകമായൊരു വാർത്തയാണ്. പക്ഷേ അത് കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നുവരെ മലയാളത്തിൽ ഒറ്റ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ഈ നിങ്ങൾ കഴിക്കുന്ന ബിരിയാണി, അതിന് കിട്ടുന്ന ബില്ല്, നിങ്ങളോട് വാങ്ങുന്ന ടാക്സ്, നിങ്ങൾക്ക് ബില്ല് മുറിച്ച് തന്നതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് ആ തുക അത്രയും കറുത്ത ശക്തികളുടെ കൈകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന ആശങ്ക ഉണ്ടാവുന്നതും അത് അന്വേഷിക്കാൻ ഇപ്പോൾ NIA വരുന്നതും അതുകൊണ്ടാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, കിട്ടുന്ന ബില്ല് ജെനുവിനാണോ? നമുക്ക് വെരിഫൈ ചെയ്യാൻ മാർഗ്ഗമൊന്നുമില്ല. പക്ഷേ ബില്ലിൽ GST ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. ബില്ല് കിട്ടി, നമ്മുടെ റോള് കഴിഞ്ഞു, നോക്കാം. പക്ഷേ നമ്മുടെ റോള് അവിടെ കഴിഞ്ഞെങ്കിലും അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചിരിക്കുന്നു. NIA വന്നിട്ടുണ്ട്. ഇതൊരു വേണമെങ്കിൽ ഇതിനെ ഒരു ഫുഡ് ജിഹാദ് എന്ന് പറയാം. അന്വേഷണം നടക്കട്ടെ, ബാക്കി വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് പ്രേക്ഷകർക്ക് കൈമാറാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.